നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. 100 കോടി രൂപയുടെ ചിട്ടിത്തട്ടിപ്പ് നടത്തിയ മലയാളി ദമ്പതികൾ കെനിയയിലേക്ക് കടന്നുവെന്ന സൂചന. കൂടത്തായി മോഡൽ കൊലപാതകം അങ്ങ് ഓസ്ട്രേലിയയിൽ. ലിഫ്റ്റിൽ കുടുങ്ങി ജ്വല്ലറി ഉടമ മരിച്ച സംഭവത്തിൽ ലിഫ്റ്റ് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കി പോലീസും ലിഫ്റ്റ് കമ്പനിയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും. മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച MDMA-യുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരവിപുരം സ്വദേശിയാണ് പിടിയിലായത്. 100 കോടി രൂപയുടെ ചിട്ടിത്തട്ടിപ്പ് നടത്തിയ മലയാളി ദമ്പതികൾ കെനിയയിലേക്ക് കടന്നുവെന്ന സൂചന. സന്ദർശക വിസയിലാണ് ഇരുവരും കെനിയയിലെത്തിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇവർക്കെതിരെ ഇതുവരെ 410 പേരാണ് പോലീസിൽ പരാതി നൽകിയത്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയ A&I ചിട്ടി ഫണ്ട് ഉടമ ടോമി എ വർഗീസും ഭാര്യ ഷൈനി ടോമിയും കെനിയയിലേക്ക് കടന്നുവെന്ന സൂചന. കഴിഞ്ഞ വ്യാഴാഴ്ച മുംബൈ വഴി സന്ദർശക വിസയിലാണ് ഇവർ പറന്നത്. ദമ്പതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കൂടെ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നീക്കം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ടോമിയും ഭാര്യയും ബംഗളൂരുവിൽ നിന്നും മുങ്ങിയത്. ഇതോടെയാണ് ഇവർക്കെതിരെ നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയത്. എറണാകുളത്ത് വെച്ചാണ് ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന് പോലീസ് ഇന്നലെ സ്ഥിരീകരിച്ചു. 100 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് വരെ പോലീസിൽ പരാതി നൽകിയവരുടെ എണ്ണം 410 ആയി. ഇതിൽ 1.5 കോടി രൂപ വരെ സ്ഥിര നിക്ഷേപമുള്ളവരും ഉണ്ട്. 1000-ഓളം അംഗങ്ങൾ ചിട്ടിക്കമ്പനിയിലുള്ളതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ വന്നേക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ്. നിക്ഷേപകരുടെ പരാതിയിൽ ബംഗളൂരു രാമമൂർത്തി നഗർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. കൂടത്തായി മോഡൽ കൊലപാതകം അങ്ങ് ഓസ്ട്രേലിയയിലും. മുൻ ഭർത്താവിന്റെ 3 ബന്ധുക്കളെയാണ് യുവതി വിഷക്കൂൺ നൽകി കൊലപ്പെടുത്തിയത്. യുവതി കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. മുൻ ഭർത്താവിന്റെ 3 ബന്ധുക്കളെ വിഷക്കൂൺ കലർന്ന ഭക്ഷണം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ 50-കാരി കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. ഓസ്ട്രേലിയൻ വനിതയായ എറിൻ പാറ്റേഴ്സിനെതിരെയാണ് കഴിഞ്ഞ ദിവസം മോർവൽ ടൗൺ കോടതി നിർണായക കണ്ടെത്തൽ നടത്തിയത്. 2023 ജൂലൈ 29-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മുൻ ഭർത്താവ് സൈമൺ പാറ്റേഴ്സന്റെ മാതാപിതാക്കളായ ഡോൺ പാറ്റേഴ്സൺ, ഗെയിൽ പാറ്റേഴ്സൺ, മറ്റൊരു ബന്ധുവായ ഹെദർ എന്നിവരാണ് വിഷക്കൂൺ കഴിച്ച് മരിച്ചത്. ഇവരോടൊപ്പം പാസ്റ്റർ ഇയാൻ ഭക്ഷണം കഴിച്ചുവെങ്കിലും രക്ഷപ്പെട്ടു. ഡെത്ത് ക്യാപ്പ് എന്ന പേരുള്ള വിഷക്കൂൺ ഉപയോഗിച്ചായിരുന്നു പ്രതി ബന്ധുക്കൾക്ക് വേണ്ടി ബീഫ് വെല്ലിംഗ്ടൺ എന്ന പ്രത്യേക ഭക്ഷണം തയ്യാറാക്കിയത്. എറിൻ കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരുന്നതായി കോടതി പറഞ്ഞു. കേസിൽ 50-ലധികം സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. തനിക്ക് ഗർഭാശയ ക്യാൻസർ ആണെന്നും കുട്ടികളോട് അസുഖ വിവരം എങ്ങനെ അറിയിക്കണമെന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് എറിൻ ബന്ധുക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇവർക്ക് ഭക്ഷണം വിളമ്പിയതും എറിൻ തന്നെയാണ്. എന്നാൽ ആസൂത്രിതമായി വിഷമില്ലാത്ത ഭക്ഷണം എറിൻ തെരഞ്ഞെടുത്തു. ചർച്ചകൾ നടത്താൻ സൈമണിനെ വിളിച്ചെങ്കിലും അയാൾ എറിന്റെ വീട്ടിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ലിഫ്റ്റിൽ കുടുങ്ങി ജ്വല്ലറി ഉടമ മരിച്ച സംഭവത്തിൽ ലിഫ്റ്റ് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കി പോലീസും ലിഫ്റ്റ് കമ്പനിയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും. ഇക്കഴിഞ്ഞ മെയ്യിലാണ് ലിഫ്റ്റിൽ കുടുങ്ങി ജ്വല്ലറി ഉടമ മരിച്ചത്. ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തതിന്റെ തകരാറാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ജ്വല്ലറിയുടെ ലിഫ്റ്റിൽ കുടുങ്ങി ഉടമ മരിച്ച സംഭവത്തിൽ ലിഫ്റ്റും അനുബന്ധ സംവിധാനങ്ങളും അഴിച്ച് സൂക്ഷ്മ പരിശോധന നടത്തുന്ന നടപടികൾ ആരംഭിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ലിഫ്റ്റ് സ്ഥാപിച്ച കമ്പനി അധികൃതർ, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന അന്വേഷണ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. ഇതിനുശേഷം മാത്രമേ അപകടത്തിന് ഇടയാക്കിയ വ്യക്തമായ സാഹചര്യം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇക്കഴിഞ്ഞ മെയ് 28-നാണ് കട്ടപ്പന പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ണർ സണ്ണി ഫ്രാൻസിസ് സ്ഥാപനത്തിനുള്ളിലുണ്ടായ ലിഫ്റ്റ് അപകടത്തിൽ മരിച്ചത്. സണ്ണി ഫ്രാൻസിസ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ 2ാം നിലയ്ക്കും ഗ്രൗണ്ട് ഫ്ലോറിനും ഇടയ്ക്ക് വെച്ച ലിഫ്റ്റ് നിശ്ചലമായി. തുടർന്ന് സണ്ണി കടയിലെ ജീവനക്കാരെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ജീവനക്കാരൻ കമ്പനി ടെക്നീഷ്യനെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് കൺട്രോൾ പാനലിലെ സ്വിച്ചുകൾ ഉപയോഗിച്ച് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് കുതിച്ചു. കെട്ടിടം ഉൾപ്പെടെ കുലുങ്ങുന്ന രീതിയിൽ ലിഫ്റ്റ് 4ാം നിലയുടെ മുകളിൽ ഇടിച്ച് നിന്നു. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ലിഫ്റ്റിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് സണ്ണിയെ അന്ന് പുറത്തെടുത്തത്. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തലയ്ക്കും സുഷ്മിനാ നാഡിക്കുമേറ്റ ഗുരുതര പരിക്കാണ് മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമിക പരിശോധനയിൽ നിലച്ച ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതിലെ പിഴവാണെന്ന് അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമിക പരിശോധനയിൽ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതിലെ പിഴവാണ് അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. ലിഫ്റ്റ് നിർമ്മിച്ച കമ്പനി പ്രതിനിധികളെയും ടെക്നീഷ്യന്മാരെയും വിളിച്ചു വരുത്തിയാണ് പരിശോധന അന്ന് നടത്തിയത്. ഇതിനുശേഷമാണ് വ്യക്തമായ കാരണം കണ്ടെത്താൻ വീണ്ടും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് പുറമെ ലിഫ്റ്റ് കമ്പനിയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ സ്ഥാപനത്തിലെത്തി പരിശോധന തുടങ്ങിയത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനകളാണ് നടക്കുന്നത്. ഈ പരിശോധനയിൽ ലിഫ്റ്റ് പൂർണ്ണമായും അഴിച്ച് പരിശോധിക്കും. വിസ്മയ ന്യൂസ്, ഇടുക്കി. മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച MDMA-യുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരവിപുരം സ്വദേശിയാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന്
2 ഗർഭനിരോധന ഉറകളിൽ ഒളിപ്പിച്ച നിലയിലാണ് MDMA കണ്ടെത്തിയത്. മലദ്വാരത്തിൽ ഒളിപ്പിച്ച് MDMA കടത്താൻ ശ്രമിച്ച യുവാവ് പിടിയിലായി. കൊല്ലം ഇരവിപുരം ചകരിക്കട സ്വദേശി അജ്മൽ ഷായാണ് കൊല്ലം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പിടിയിലായത്. ഗർഭനിരോധന ഉറകളിൽ നിറച്ചാണ് ഇയാൾ മയക്കുമരുന്ന് മലദ്വാരത്തിൽ ഒളിപ്പിച്ചത്. 107 ഗ്രാം MDMA ഇയാളിൽ നിന്നും കണ്ടെത്തി. അജ്മൽ ഷാ ഏറെ നാളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. രാവിലെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്ന് സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഈസ്റ്റ് പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് സ്കാനിംഗ് നടത്തിയപ്പോഴാണ് 2 ഗർഭനിരോധന ഉറകളിലായി MDMA കണ്ടെത്തിയത്. അതേസമയം കേരള പോലീസിന്റെ ലഹരിവേട്ടയായ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെട്ട 1858 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 67 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 68 പേർ അറസ്റ്റിലായി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.